സഹിൻ, ഇനി നിമിഷങ്ങൾ മാത്രം എണ്ണിക്കാത്തിരിക്കുകയാണ്. 4 മിനിറ്റ് മാത്രമാണ് ഇനി ബോൺനത്താലേക്ക് ഔദ്യോഗികമായി തുടക്കം ആകാൻ ഉള്ളത്. ഏത് തരത്തിലാണ് അവസാന നിമിഷത്തെ കാഴ്ചകൾ? രുചീഷ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നതാണ്. ഒരു ചുവന്ന കടലെന്നൊക്കെ പറയില്ല. ഇതിനിടയിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നുണ്ട്. കുറച്ച് ചേട്ടന്മാർ ഈ വസ്ത്രമൊക്കെ കണ്ടാൽ നമുക്കറിയാം സിനിമയുടെ ഭാഗമായിട്ടൊക്കെ വന്നേക്കണല്ലേ. സത്യം പറഞ്ഞോ? പിടിക്കപ്പെട്ടിരിക്കുന്നു. ഏതാ സിനിമയുടെ ഭാഗമാണോ? I don't understand Malayalam. തെലുഗു. ഇവരെല്ലാവരും തെലുഗു ആണ്. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചിത്രീകരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. ഒരു സിനിമയുടെ ചിത്രീകരണം കൂടി നടക്കുന്നുണ്ട്. എന്താണ് ഡാൻസ് കളിക്കുന്ന ആളുകളൊക്കെ ഇരിക്കണേണ? എഴുന്നേൽക്ക്. സെറ്റല്ലേ? തളർന്നുപോയോ? ഒരു വാമപ്പാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. എന്താണ് പറയ്. കാണിച്ചു പോകോ വെച്ചേക്കണേ. എന്താണ് പറയ്. ഫുൾ എനർജിയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോളൂ എന്നാണ് രുചീഷ പറയുന്നത്. അത് തന്നെയാണ് ഈ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വെള്ളമൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണേന്. ഈ സമ്മാനം മേടിക്കുന്നതിന് മുന്നോടിയുള്ള അവസാന വട്ട ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും പാപ്പാമാരൊന്നും എങ്ങനെ തളർന്നു പോയാ? ഇത് ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തളർന്നു. ഡാൻസ് തുടങ്ങുമ്പോൾ ഫയർ ആവും. ഫ്ലവേഴ്സ് എല്ലാം ഫയേഴ്സ് ആണ്. ഇവരെല്ലാം ഫയറാണ്. അതങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ കയ്യിലേക്ക് കിട്ടിയാൽ മതി. എന്താണ് ഇതെന്തോ ഒളിച്ചിരിക്കണ ഇവിടെ വന്ന് പറയുന്നേ? രുചീഷേ, ഒരു വല്ലാത്ത കാഴ്ച. ഇത് ചുവന്ന കടലെന്നൊക്കെ പറയില്ല. അച്ചോ, എങ്ങനെയുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങളൊരു 150ഓളം പേരുണ്ട് ഉള്ളിൽ. തകർക്കും. സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വരുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു വിട്ടുവീഴ്ചയില്ല. ഇല്ല. റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കണേ. എന്താണ് എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ. പറയും. സൂപ്പറല്ലേ ഇവിടെ? അടിപൊളി. സന്തോഷമായ? അപ്പൊ ന്യൂസ് മലയാളത്തിന്റെ ഒരു ഹായ് പറഞ്ഞേ. ന്യൂസ് മലയാളത്തിന് ഹായ് എന്ന് പറയാം. അത് തന്നെയാണ് രുചീഷ. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണേ. എന്നെ കണ്ടിട്ട് മുഖം തിരിച്ചിരിക്കണേ അല്ലേ? എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട്? സമ്മാനമൊക്കെ മേടിക്കോ? പഠിച്ചോ? എത്ര നാളെ പ്രാക്ടീസ് ചെയ്തു? 2 ആഴ്ച 3 ആഴ്ചത്തോളം പഠിക്കണോ മോള്? അല്ലെങ്കിൽ ജോലി പഠിക്കണല്ലേ? ഓക്കെ. ഇവര് എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. പക്ഷേ ഈ സംഘങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തളർന്നോന്നൊരു സംശയമുണ്ട്. പക്ഷെ അത് ഒരു പക്ഷേ എൻ്റെ സംശയം മാത്രമായിരിക്കും. തളർന്നുപോയോ? ഇല്ല. സമ്മാനം മേടിക്കും. ഉറപ്പായിട്ടും സമ്മാനം മേടിക്കും എന്നുള്ളതാണ്. എടാ, എങ്ങനെയുണ്ടാ? സമ്മാനം കിട്ടുവാ? പൊള്ളിയാണെന്ന് പറയണത്. അച്ഛൻ നമ്മളീ കാണുന്നത് പോലെ തന്നെ. അച്ചോ സമ്മാനം മേടിക്കാനുള്ള അവസാന ലാപ്പിൽ പറഞ്ഞു കൊടുക്കണല്ലേ? തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. എങ്ങനെ കളിക്കണം, ഏത് സ്റ്റെപ്പ് കളിക്കണം, എവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങളൊക്കെ. സത്യം പുറത്തു വന്നു. എന്തായാലും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സംഘങ്ങളെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിക്കണം. ഇനി ഈ ഒരു ഡാൻസിലേക്ക് വരാൻ നേരത്തായിരിക്കും ഈ കാണുന്ന ആളുകൾ മൊത്തം അങ്ങോട്ട് മാറും. ഇതൊരു കടലാവും. ഒപ്പം തന്നെ പറയാം മൈക്കിൾ ജാക്സന്മാരും പ്രഭുദേവന്മാരും എല്ലാവരും കൂടെ ഇറങ്ങും. എന്തൊരു ആവേശം, എന്തൊരു വൈബാണ്. ഒരു പക്ഷേ രുചീഷേ, ചില സമയത്ത് എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു വന്നിരിക്കണത്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? തളർന്നു. ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പ് തകർക്കും. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. വോളണ്ടിയേഴ്സ് അല്ലേ? സ്വാതി, ഈ പറയുന്നതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് നല്ല ഇത് വരിയായിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്? അച്ഛൻ നിർദ്ദേശം തന്നതുകൊണ്ടാണ്. സത്യം പറയും. അങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട്. പറഞ്ഞ പോലെ ഓർമ്മയില്ല. ഇവരൊക്കെ എങ്ങനാ? അച്ചോ, ടീമിനൊക്കെ സെറ്റ് ചെയ്തോ? ഞാൻ അങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട്? ടീമിനെ സെറ്റ് ചെയ്തോ? ടീമിനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ടീമൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
ഇനി സമ്മാനമല്ലാതെ മറ്റൊരു ഇത് നമ്മുടെ മുന്നിലില്ല, ലക്ഷ്യം നമ്മുടെ മുന്നിലില്ല. സമ്മാനത്തിനെക്കാട്ടിലും പ്രധാനമല്ലേ യേശു ക്രിസ്തുവിന്റെ ജനത്തിലുള്ള സന്തോഷം. അതെ. സമ്മാനം എല്ലാവർക്കും കിട്ടില്ല, പക്ഷെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് സ്വാതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആർക്കും ആരോടും പരിഭവമില്ല, പരാതിയില്ല, യാതൊരു വിധത്തിലുള്ള ദേഷ്യമില്ല, മറ്റു സന്തോഷിക്കുക. പരമാവധി മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുക. സംഗീതത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകില്ല. ആ സംഗീതത്തോടൊപ്പം നൃത്തവും കൂടി ചേർന്നാലുള്ള കാര്യം പറയണ്ടല്ലോ. ഒരു പക്ഷേ മലയാളി എന്നുള്ള നിലയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണിത്. എങ്ങനെയുണ്ട്? കഴിഞ്ഞോ? തുടങ്ങിയിട്ടില്ല. അത് തന്നെയാണ്, ഇനി തുടങ്ങണം എന്നുള്ളതാണ്. തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കണം. സെറ്റല്ലേ? എന്തുണ്ട് പറയ്. അടിപൊളി. ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ? പിന്നെ അടിപൊളിയാണ്. ഇവരെല്ലാവരും വേറെ ടീം പാട് അല്ലേ? സ്വാതി, എല്ലാവരും ഭയങ്കരമായ വൈബിലാണ്. ഈ വൈബ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ അച്ചോ, എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ പാട്ടൊക്കെ പഠിച്ച് സെറ്റാക്കി ഞങ്ങളുടെ ഇടവക, പുത്തൂര് ഇടവക പൊള്ളിയായിട്ട് പോടും. വൈബാണ്. 100% വൈബ്. എല്ലാം ഫയറുകളാണ്. അതെ, അച്ഛനും ഒരു ഫയറാണ്. ഡാൻസ് സ്റ്റെപ്പ് ഇടുന്നുണ്ടോ? അറിയാവുന്ന ഡാൻസറല്ലേ? ഡാൻസറാണ്. കളിക്കുന്നുണ്ട്. ഒരു 2 സ്റ്റെപ്പ് എന്തായാലും കാണിക്കണം. 2 സ്റ്റെപ്പ് വെറുതെ 2 സ്റ്റെപ്പ് കളിക്കാൻ ഞാൻ വിടില്ല. നടക്കില്ല. 2 സ്റ്റെപ്പ് കാണിക്കണം. 2 സ്റ്റെപ്പ് കാണിക്കണം. അത് പറ്റില്ല. മര്യാദക്ക് 2 സ്റ്റെപ്പ് കാണിക്കണം. സമ്മതിക്കില്ല. 2 സ്റ്റെപ്പ് കാണിക്കണം. 2 സ്റ്റെപ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 സ്റ്റെപ്പ് കാണിക്കണം. അച്ഛൻ 2 സ്റ്റെപ്പ് കാണിച്ച് 2 സ്റ്റെപ്പ് കാണിക്ക്. ഈ പുരോഹിതർ ഡാൻസ് കളിക്കുന്ന കാണാൻ നല്ല രസമാണ്. ഒന്ന് കാണിക്കേ. ഒരു 2 സ്റ്റെപ്പ് കാണിക്കച്ചോ. നമ്മളൊന്ന് കണ്ടോട്ടെ. ഒരു 2 സ്റ്റെപ്പ് കാണിച്ചോ. കൈയടിക്കാം. അച്ചോ കളിച്ചോ. 2 സ്റ്റെപ്പ് കാണിച്ചാൽ മതി. 2 സ്റ്റെപ്പ് കാണിച്ചാൽ മതി. ധൈര്യമായിട്ട് കളിച്ചു. നന്നായി കളിക്കണ്ട. സൂപ്പറാണ്. പേരെന്താ? പേര് ജോബിഷ്. ഏത് ഇടവകയില? പുത്തമ്പീടി ഇടവക. ഞങ്ങൾ 204 പേര് അവിടെ നിന്ന് വന്നിട്ട് 205 പേര്, ഞാൻ ഉൾപ്പെടെ 205 പേര് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോൺഗ്രസ് അച്ഛനാണ്. ഞാനിപ്പോ ഒരു 4 SD വൊക്കേഷനിസ്റ്റ്. എവിടെയാ? തലൂരാണ് ഞങ്ങളുടെ ഹൗസ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു 6 മാസത്തേക്ക് പുത്തമ്പേടി പള്ളിയിൽ സഹായിക്കാൻ വന്നതാണ്. അവിടെ കൊച്ചനായിട്ട് ഇപ്പൊ സേവനം ചെയ്യണു. ഞങ്ങളുടെ വികാരിച്ചൻ ജോസഫ് മുരിയാത്തീരച്ചൻ. ആ ടീമൊക്കെ സെറ്റായിട്ടിരിക്കണേ. സെറ്റായിരിക്കുകയാണ് അവിടെ. അത് തന്നെയാണ് അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ്. കൈയടിച്ച് കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ നാണം വന്ന കുഞ്ഞു സാന്താക്ലോസ് ഇവിടെ ഉണ്ട്. സാന്താക്ലോസേ ഹാപ്പി അല്ലേ? ഡാൻസ് ഒക്കെ കളിക്കില്ലേ? തകർക്കില്ലേ? അത് തന്നെയാണ് സ്വാതി. തകർക്കുമെന്ന് പറയുന്നത് ഇതിങ്ങനെ തുടങ്ങി കിട്ടിയാൽ മാത്രം മതി. ആ തുടങ്ങി കിട്ടിയാൽ അപ്പം തകർത്ത് കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കണേ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ച് അടിപൊളിയായിട്ടൊക്കെ നിൽക്കാൻ നേരത്ത് നമ്മുടെ മറ്റൊരു സാന്താക്ലോസ് വേഷമല്ലെങ്കിലും ചുവന്ന വേഷത്തിലൊക്കെ വന്ന് നിൽക്കണേ. എങ്ങനെ സെറ്റ് ചെയ്തെടുത്താ? പിള്ളേരൊക്കെ സെറ്റ് ചെയ്തെടുത്താ? എത്ര കുട്ടികളുണ്ട്? 78 പേര്. എത്ര ദിവസം പഠിപ്പിച്ചു ഇവരൊക്കെ ഡാൻസ്? ഞങ്ങൾ ഡിസംബർ കുറച്ച് നാളുകളായി പഠിച്ചു തുടങ്ങി. കുറച്ച് നാളുകളായല്ലേ? കഷ്ടപ്പാടുണ്ടായിരുന്നു? ഇല്ല, അവരെല്ലാവരും ഭയങ്കര ട്രെയിൻഡാണ്. പിള്ളേരെല്ലാം യോയോ ആണ്. അത് തന്നെയാണ്. ഇത് കുട്ടികളൊക്കെ ഭയങ്കര ട്രെയിൻഡാണ്. നമ്മളുടെയൊക്കെ ഒരു കാലത്ത് നിന്നൊക്കെ മാറി അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് കുട്ടികളൊക്കെ. ഡാൻസൊക്കെ അവർക്ക് പഠിച്ചെടുക്കാനൊന്നും അധികം നേരം വേണ്ട. കാരണം യൂട്യൂബ് നോക്കിയും അല്ലാതെയും ഒക്കെ ഡാൻസ് പഠിച്ച് എല്ലാവരും നന്നായി ഡാൻസ് കളിക്കാൻ അറിയുന്ന കുട്ടികൾ. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം പരമാവധി ആഘോഷമാക്കുക, ആഘോഷത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ്. ടീമുകളൊക്കെ ഇങ്ങനെ സെറ്റായി തയ്യാറായി നിൽക്കണേണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ ബോൺ നദാലേക്ക് തുടക്കം കുറിക്കും. ആ ബോൺ നദാലേക്ക് തുടക്കമായി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ നഗരം ഒരു ചുവന്ന കടലായി മാറും. സ്വാതി, ആ കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ബോൺ നദാലെ റിപ്പോർട്ട് ചെയ്യുന്നതും ഒപ്പം ബോൺ നദാലെ കാണുന്നതും. എനിക്കിത് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇത്രയധികം വൈബ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. തൃശ്ശൂർ നമുക്കറിയാം
നമുക്കറിയാം സാംസ്കാരിക കേന്ദ്രമാണ്. തൃശ്ശൂർ പൂരമുണ്ട്, പുലികളിയുണ്ട്. ഇതാ ഇപ്പോൾ ബോൺ നദാലയും മൂന്നാമത്തെ തൃശ്ശൂരിൻ്റെ ഒരു മുഖമുദ്രയായി ബോൺ നദാല കൂടി മാറുന്നു എന്നുള്ളതാണ്. 2013 ബോൺ നദാല തുടങ്ങാൻ നേരത്ത് അന്ന് ഇത്രയധികം ജനപങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. 11 വർഷം കഴിയുമ്പോൾ ആ 11 വർഷവും എടുത്തു പറയേണ്ട വർഷങ്ങളായി കടന്നുപോയി. ഒപ്പം തന്നെ ഇതിൽ പല ആളുകളും 5-6 വർഷമായി ഈ ബോൺ നദാലയിൽ സ്ഥിരം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലുമാണ്. ഒപ്പം തന്നെ കുട്ടികളും ചെറുപ്പക്കാരും അടക്കമുള്ള എന്താ കൂട്ടാ ന്യൂസ് മലയാളം കൂട്ടാ ഇല്ല നോക്ക്, അടിപൊളി. എടുക്ക്, യൂട്യൂബ് എടുക്ക്, കാണുന്നു. യൂട്യൂബ് എടുക്ക്, ന്യൂസ് മലയാളം അടിക്ക്. ന്യൂസ് മലയാളം 24/7 അടിക്ക്. ന്യൂസ് മലയാളം കിടക്കണേ ഫസ്റ്റ് ന്യൂസ് മലയാളം 24/7 എന്നും പറഞ്ഞ അങ്ങനെ അടിക്ക്. നമ്മളെ ന്യൂസ് മലയാളം അത് കണ്ട ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് കാണും. ഇതെന്താണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇവരൊക്കെ വളരെ ഹാപ്പിയാണ് എല്ലാവരും. ദാ കുട്ടാ എടുത്ത് കാണുതേ, നിന്നെയും കാണാം, നിപ്പ കാണാം, നിന്നെയും കാണു ഹാപ്പി. അതന്നെ അവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കണേണ്. എന്തായാലും അവരെ തന്നെ കാണട്ടെ സ്വാതി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഹാപ്പിനെസ് ആണ് ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അവരെല്ലാവരും ഭയങ്കര സന്തോഷവാന്മാരായി ബോൺ നദാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു സ്വാതി. പപ്പാഞ്ഞിമാരായ ക്ഷമിക്കണം സാന്താക്ലോസ്മാരൊക്കെ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. തൃശ്ശൂർ ഇനി ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും എല്ലാം ഒരു അവസാന വാക്കായി തൃശ്ശൂർ മാറാൻ പോകുന്നു. എല്ലാവരും കൃത്യമായ സ്റ്റെപ്പുകൾ പഠിച്ചു വന്ന ആളുകൾ, എല്ലാവരും ഡാൻസ് കളിക്കാൻ തയ്യാറായി വന്ന ആളുകൾ. ഇത്രയും അധികം ആളുകൾ ഒരേ സമയത്ത് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നതിന് ആലോചിക്കാവുന്നത് അപ്പുറമാണ്. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കാൻ തയ്യാറായി വന്ന ഒരു വലിയ കൂട്ടം. ആ വലിയ കൂട്ടത്തിനിടയിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കും ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ സ്റ്റെപ്പൊന്നും കൃത്യമായി പഠിക്കാത്തതുകൊണ്ട് എന്തായാലും ഇതിൽ ഞാൻ പങ്കാളിയാവുന്നില്ല. പക്ഷേ ഇതാ കാണുന്നത് സ്റ്റെപ്പൊക്കെ അടിച്ച് പൊളിയെ താർന്നോ, സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കണം. അവസാന വട്ടം ഒരുക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായി ഓർത്തു വയ്ക്കുന്നു, കൃത്യമായി കളിക്കാൻ തയ്യാറാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 ബോൺ നദാലയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ അത് ഇത്രയും വലിയ ഒരു ഹിറ്റായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെ ടീമൊക്കെ ഓരോ ടീം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കണേ. ഇതൊരു വൻ വിജയമാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സെല്ലാം ഒരു മനസ്സാകുക, ഒരേപോലെ പ്രവർത്തിക്കുക, ഒരേ സമയത്ത് ഒരേ താളത്തിൽ ഒരേ രീതിയിൽ നൃത്തം ചെയ്യുക. നൃത്തം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ ഒരു ഘടകം, ഒരു അവിഭാജ്യമായ ഘടകമാണ് നൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാകുക എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ്, വലിയ കാഴ്ച. ഈ ചുവന്ന കടലിൻ്റെ ഭാഗമാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന, ആ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലം, ആ കാലത്തിന് മുന്നൊരുക്കക്കാരായി അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ ആളുകളായി ഇവർ മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും കാഴ്ച മനോഹരമായ കാഴ്ചയാണ്, അതിമനോഹരമായ കാഴ്ചയാണ്, മറ്റൊന്നും പറയാനില്ല. ബോൺ നദാല എന്ന് പറഞ്ഞ ഡാൻസ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു. അടിച്ച് പൊളി ഡാൻസ് തന്നെയാണ്. അച്ചോ തുടങ്ങിയോ? തുടങ്ങാറായി. തുടങ്ങാൻ പോണേ, ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കാണ്. സ്റ്റാർട്ടിങ് കിട്ടിയാൽ മതി. അത് തന്നെയാണ് പാടി അങ്ങോട്ട് തുടങ്ങാൻ പോണേ. റെഡിയായിട്ട് നിൽക്കണേ മക്കളാടാ, റെഡിയല്ലടാ? അടിച്ചു പൊളിയല്ലേ? ഏയ് കുഞ്ഞുമാലാക്കേ എന്തെങ്കിലും കഴിച്ചോ? പഴംപൊരി കഴിച്ചോണ്ടിരിക്കണ? കഴിച്ചോ. അത് തന്നെയാണ് കുഞ്ഞുമാലാക്ക ഇങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ചിരിക്കാൻ നേരത്ത് ബോൺ നദാല എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ആളുകൾ എങ്ങനെ അറിയാതെ തുള്ളിപ്പോകുന്നത്. എന്തായാലും തുള്ളിപ്പോവും. കാരണം അത്ര മനോഹരമാണ് സ്വാതി ഈ കാഴ്ചകൾ. ഇങ്ങനെ കാണും ചുവന്നൊരു കടൽ, ആ കടലിൻ്റെ അകത്തേക്ക് നമ്മളും കയറുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 15,000 സാന്താക്ലോസുമാരാണ്. 15,000 പേർ, 15,000 മനസ്സുകൾ, 15,000 മനുഷ്യർ. ആ മനുഷ്യരൊക്കെ ഒറ്റയടിക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അച്ചോ സെറ്റല്ലേ? മുഴുവൻ ആളുകളെ സെറ്റാക്കി സമ്മാനമായിട്ട് വരുള്ളൂ. സമ്മാനം കിട്ടുമെന്ന് അറിയില്ല. സമ്മാനം
സമ്മാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾ കളിക്കുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ജോയ് ഓഫ് ക്രിസ്മസ്. ദൈവം മനുഷ്യനായി പിറന്നതിന്റെ ഒരു ആഘോഷമാണത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഗോസ്പൽ പ്രൊക്ലമേഷൻ കൂടിയാണത്. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം മനുഷ്യനായി പിറന്നതിന്റെ ആഘോഷം, ആ ആഘോഷത്തിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. എന്തൊരു കാഴ്ചയാണ് സ്വാതി, ഇത്രയും മനോഹരമായ ഒരു കാഴ്ച. ആ കാഴ്ചയുടെ ഭാഗമാകുക ഓരോ സംഘങ്ങളും അവരുടെ ഡാൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് ബോൺനതാലെ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി തൃശ്ശൂർ നഗരം, ആ തൃശ്ശൂർ നഗരം ഇനി ചുവന്ന കടലായി മാറും. സാന്താക്ലോസുമാരുടെ ചുവന്ന കടലായ തൃശ്ശൂർ നഗരം മാറും. അത് മനോഹരമായ നൃത്തച്ചുവടുകളും കൂടി വന്നു കഴിയുമ്പോൾ മറ്റൊന്നും ഇനി പറയാനുണ്ടാകില്ല. അത് അവസാന വാക്ക്. ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച അത് തൃശ്ശൂർ മാത്രമേ കിട്ടുള്ളൂ. കാരണം നേരത്തെ നമ്മൾക്കറിയാം തൃശ്ശൂർ പുലിക്കളി നമ്മൾക്ക് മറക്കാനും കഴിയാത്ത ഒന്നാണ്. തൃശ്ശൂർ പൂരം നമ്മളുടെ മനസ്സിലും ഒപ്പം തന്നെ കണ്ണിനും എല്ലാം കുളിർമ നൽകുന്ന അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരം. ഇപ്പോൾ ബോൺനതാലയ്ക്കും ആ ഒരു എന്താ പറയുക, തൃശ്ശൂരിൻ്റെ ഒരു മൂന്നാം മുഖം എന്ന് തന്നെ പറയേണ്ടി വരും. സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ. ആ സാംസ്കാരിക നഗരത്തിൻ്റെ മൂന്നാം മുഖമായി ബോൺനതാലയും മാറുന്നു. 11 വർഷം പിന്നിടുമ്പോൾ 2013 ബോൺനതാലെ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ആരും കരുതിയിട്ടുണ്ടാവില്ല ഇത്രയധികം ജനപ്രീതി ബോൺനതാലേക്ക് നേടാൻ കഴിയും എന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു. അത് വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തം പിടിച്ചുപറ്റാൻ ബോൺനതാലയ്ക്ക് പറ്റി. ഒപ്പം തന്നെ ഈ ജനങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗം കൂടിയായി മാറുമ്പോൾ ഈ എന്തോ കേരളീയൻ എന്നുള്ള അല്ലെങ്കിൽ മലയാളി എന്നുള്ള നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാം. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് സാധാരണ ഇത്തരത്തിലുള്ള ഇത്രയധികം മനുഷ്യരെ ഒരേ സമയത്ത് അണിനിരത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇവിടെ അതിന് വലിയ രീതിയിലുള്ളൊരു മാറ്റം വന്നിരിക്കുന്നു. തുടക്കം നമ്മുടെ അംഗപരിമിതരായ അല്ലെങ്കിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മനുഷ്യർ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യർ, ആ മനുഷ്യരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ആ മനുഷ്യരെല്ലാവരും തന്നെ ആ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ച. സ്വാതി, തൃശ്ശൂർ സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ കൂടി ചേരുകയാണ്. എങ്ങനെയുണ്ട് പിതാവേ? വലിയ വിജയമല്ലേ ബോൺനതാലെ? വളരെ ഏറെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. ഇവിടെ ഇപ്പോൾ അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി 10,000-കണക്കിന് നമ്മുടെ പാപ്പാമാർ അണിനിരക്കുന്നു. 20ഓളം പ്ലോട്ടുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സന്തോഷമാണ് ബോൺനതാലെ. തീർച്ചയായും ഓരോ മനുഷ്യരും എങ്ങനെയുണ്ട്? സൂപ്പറാണ്, നല്ലതാണ്, സന്തോഷാണ്, ഹാപ്പിയല്ലേ? എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഹാപ്പിയാണ്, സൂപ്പറാണ്. ഈ ബോൺനതാലയിലേക്ക് ഭാഗമാകാൻ നേരത്ത് വലിയ സന്തോഷം മനസ്സിലുണ്ടല്ലേ? വലിയ സന്തോഷമുണ്ട്. ഞങ്ങള് സ്ഥിരമായിട്ട് എല്ലാ വർഷം വരുന്നതാണ്. എല്ലാ വർഷം വരുന്ന സന്തോഷം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ അടിപൊളി സൂപ്പർ. അപ്പച്ചൻ എല്ലാ കൊല്ലം വരാറുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? രണ്ടാം വർഷം അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എല്ലാ പ്രാവശ്യം വരലുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പി എന്താ പേര്? കുഞ്ഞ് എല്ലാ വർഷവും വരാറുണ്ടല്ലേ? അടിപൊളിയാണല്ലേ? അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു സന്തോഷം, ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം. അത് തന്നെയല്ലേ ഒരു മനുഷ്യന് ലോകത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യം അല്ലെങ്കിൽ മനോഹരമായ കാഴ്ച എന്ന് പറയേണ്ടി വരും. സഹായമെത്രാൻ ടോണി അദ്ദേഹം ആളുകൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് മാറുമ്പോൾ ആ വലിയ ആഘോഷത്തിൽ പങ്കാളികളാകാൻ പല മനുഷ്യരും ഇതിൻ്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ്. മേയർ ഇവിടെയുണ്ട്. മേയറോട് കൂടി, മേയറെ എങ്ങനെയുണ്ട്? മിനിസ്റ്റർ ഗംഭീരമാണ്, അതിഗംഭീരം, പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരം. തൃശ്ശൂരപ്പം പൂരവും പെരുന്നാളും പുലിക്കളിയും കൂട്ടത്തിൽ വളരെ മനോഹരമായിട്ടിപ്പോൾ ബോൺനതാലയും 13 വർഷക്കാലം, കോവിഡിൻ്റെ 2-3 വർഷക്കാലം ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം പൊതുപരിപാടികൾ തന്നെ വെച്ച് നടന്നു. ഇത്തരം ചില ആഘോഷങ്ങൾ 1-2 വർഷം മാറ്റിവെച്ചു. പക്ഷെ ബാക്കി എല്ലാ ഘട്ടത്തിലും തൃശ്ശൂർ പൂരത്തിനോടൊപ്പം തൃശ്ശൂരിനെ ആഘോഷിക്കാവുന്ന മതനിരപേക്ഷതയുടെ ഒരു സന്ദേശമായി
ബോണ്ണത്താല മാറുകയാണ്. 10,000 പാപ്പമാരെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. 4 ലക്ഷത്തിലേറെ മനുഷ്യർ ഇപ്പോൾ പാപ്പകളായും പാപ്പകളുടെ കൂട്ടിരിപ്പുകാരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാപ്പയാകാൻ പറ്റുന്നത് പ്രത്യേക പ്രായമാണെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെയുണ്ട്. ഞങ്ങൾ ഈ പോകുന്നതിൻ്റെ തൊട്ട് പുറകിലുള്ള വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന പാപ്പമാരാണ്. വീൽ ചെയറിലും പാപ്പമാർക്ക് വരാം, തൃശ്ശൂർ നഗരം കറങ്ങാം. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന പാപ്പമാർക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റിയത് ബോണ്ണത്താലയിലൂടെയാണ്. ബോണ്ണത്താല ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്, ഒപ്പം തൃശ്ശൂരും. ഇത് ക്രിസ്മസ് കാലത്തെ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ ഗെറ്റ് ടുഗദറാണ് ബോണ്ണത്താലെ. വളരെ അഭിമാനപൂർവ്വം ക്രിസ്മസിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നിഷ്കളങ്കമായ ആഘോഷത്തിൻ്റെ സന്തോഷങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ വീൽ ചെയറിലുള്ള പാപ്പമാർ, അത് ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളും കൂടി ഇതിൽ പങ്കാളിത്തം വഹിക്കുകയാണ്. ഇത്ര ഉജ്ജ്വലമായ നിലയിൽ ഒട്ടേറെ ആളുകളാണ് നിരത്തിക്കൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് സംഘാടകർ വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. സന്തോഷപൂർവ്വം എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. പിതാവേ, എങ്ങനെയുണ്ട്? തൃശ്ശൂരിന്റെ ഒരു മൂന്നാമുഖമായത് മാറിയില്ലേ? എല്ലാവരുടെയും സഹകരണത്തോടെ ബോണ്ണത്താലെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി കേരളത്തിന് പുറത്തും ഇതൊരു ക്രിസ്മസ് നവവത്സര വേളയിലെ സാംസ്കാരിക ആഘോഷമായി എല്ലാവർക്കുമുള്ള സന്തോഷത്തിൻ്റെ ഒരു സന്ദേശമാണിത്. ഒപ്പം തന്നെ കാരുണ്യത്തിൻ്റെ മുഖം, പാവപ്പെട്ടവരെ സഹായിക്കാനും ഈ ബോണ്ണത്താലെ കാരണമാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അതുതന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി ബോണ്ണത്താലെ മാറി. അതെ, അത് തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇന്ന് വീടുകൾ കൈമാറുന്നു, പുതിയ വീടുകളുടെ രേഖകൾ കൊടുക്കുന്നു, അതൊക്കെ ഇന്നും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഇത് സാധാരണക്കാരൻ്റെ ഒരു മുഖമായി, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു പ്രതീകമായി ബോണ്ണത്താലെ മാറി എന്നുള്ളതാണ്. ഇന്ന് വീടുകൾ കൈമാറുന്നുണ്ട് ബോണ്ണത്താലയുടെ ഭാഗമായിട്ട്. ഒപ്പം തന്നെ ഈ കാണുന്നത് പോലെ കൂടുതൽ ആളുകൾ ഈ ജനപങ്കാളിത്തം ഇതിലേക്ക് വരും, കൂടുതൽ ആളുകൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15,000 പേര് ഉണ്ടാകുകയുള്ളൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിലും 25,000-ലധികം ആളുകൾ ഇതിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അല്പനേരം മുൻപ് മന്ത്രിമാരായ രാജനും ബിന്ദുവുമെല്ലാം പറഞ്ഞതുപോലെ ഇതൊരു വിജയമാണ്, വലിയ വിജയം, തൃശ്ശൂരിൻ്റെ വിജയം, കേരളത്തിൻ്റെ വിജയം, സാധാരണക്കാരുടെ വിജയം. അങ്ങനെ ആ ഒരു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ. അത് എപ്പോഴും പുതിയ എന്തെങ്കിലും ഒരു സാംസ്കാരിക പരിപാടികൾ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിന് ഇതൊരു വലിയ വിജയത്തിൻ്റെ നിമിഷം കൂടിയാണ്. കാണുന്നത് പോലെ മുൻനിരയിൽ നേതാക്കൾ എല്ലാവരും തന്നെ നിരന്നു നിൽക്കുന്നു. ഒപ്പം തന്നെ പുരോഹിതർ, അവരുടെ ഒരു ഭാഗം മുൻനിരയിലുണ്ട്. പിൻനിരയിൽ മറ്റ് ആളുകൾ, ഇതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള 100 കണക്കിന് ആളുകൾ. ഒപ്പം തന്നെ ഈ ആളുകളൊക്കെ ഈ ബോണ്ണത്താലെ ഒന്ന് കാണുന്നതിനും അതിൽ ഒരു ഭാഗമാകുന്നതിനുമെല്ലാം ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ തൃശ്ശൂരേക്ക് എത്തുകയും ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന് നിൽക്കുകയും എല്ലാം ചെയ്ത നിരവധി മനുഷ്യർ. എന്തായാലും തൃശ്ശൂർ നഗരത്തിനകത്തേക്ക് ബോണ്ണത്താലെ കടന്നിരിക്കുന്നു. ആ നഗരത്തിനകത്തേക്ക് ബോണ്ണത്താലെ കടക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റുപാടും വന്ന് നിൽക്കുകയാണ്. ബോണ്ണത്താലെ കാണുക, അതിൻ്റെ ഒരു ഭാഗമാകുക എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ആളുകളൊക്കെ വന്നിരിക്കുന്നു. വലിയ ഒരു കാഴ്ച, നല്ലൊരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ച. ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. സാർ, എങ്ങനെയുണ്ട് സാർ? പരമാവധി ആളുകളെ കൊണ്ടുവരാൻ പറ്റിയോ? പരമാവധി ആളിനെ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് നല്ല രീതിയിൽ പോലീസിനോട് ഇതുവരെ സഹകരിക്കുന്നുണ്ട്. ആൻഡ് സ്മൂത്തായിട്ട് ഇതുവരെ മൂവ്മെൻ്റ് ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ പോകും. ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് വീണ്ടും ഒരു ബോണ്ണത്താലെ നമുക്ക് കാണാൻ സാധിക്കും. സാർ, എത്ര മണി നമ്മൾ ഈ നഗരം ഒന്ന് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു? നമുക്ക് ബ്ലോക്ക് എന്നില്ല. ഒരു 3 മണിക്ക് ശേഷം ഇവിടെ വാഹനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി. ബാക്കി ദൂരെ പോകുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യാതെ കുറച്ച് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവിടെ ദൂരെ പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആളുകൾക്ക് യാത്ര ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റി. ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരുകൾ എത്തിക്കഴിഞ്ഞു. അവരെ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ദൂരം പോകുന്നവർ അവരെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അത് തന്നെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ എളങ്കോയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇവിടെ കാണാനെത്തിയ ആളുകൾക്ക് കാണാനുള്ള പൂർണ്ണ അവസരം എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്.